ഹായ് ഓൾ, വെൽക്കം ടു പ്രണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത് കഠിന കഠോരമി അണ്ടകടാകം. ഈ ഒരു സിനിമ ഉണ്ട, പുഴു എന്നീ സിനിമയ്ക്ക് ശേഷം ഹർഷദിൻ്റെ തിരക്കഥയിൽ നവാഗതനായ മൊഹസിനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ്, ബിനു പപ്പു, ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ്, ശ്രീജ രവി, പാർവതി കൃഷ്ണ, ഷിബില ഫറ എന്നിവരാണ് ഈ ഒരു സിനിമയിലെ മെയിനുള്ള റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ കോവിഡ് കാലത്തൊരു ഓർമ്മയാണ്. കാരണം നമ്മൾ കോവിഡ് കാലത്ത് നേരിട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതിജീവനവും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സിനിമ വരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെയിനായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെ ഒരു ബിസിനസ് മേഖല കോവിഡ് കാലത്ത് എങ്ങനെയായിരുന്നു, ഇതേ ഒരു കാര്യമാണ് ഫസ്റ്റ് ഹാഫ് മൊത്തവും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ബേസിൽ ആ ഒരു റോളിൽ പെർഫെക്റ്റ് ആയിരുന്നു. ഇദ്ദേഹം നമുക്കൊരു നാച്ചുറൽ ആക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം അത്രയ്ക്കാണ് ഇയാളുടെ ഒരു പെർഫെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ബേസിൽ ഒരു സിനിമയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഫഹദ് ഫാസിലാണ് ഇവിടെ മെയിനായിട്ടും ഈ നാച്ചുറൽ റോൾ വെച്ച് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ബേസിലിനും ആ ഒരു കഴിവുണ്ട്. ബേസിൽ പല സിനിമയിൽ കൂടെ നമ്മൾ തൻ്റെ നാച്ചുറൽ പെർഫോമൻസ് നമ്മൾ ഞെട്ടിക്കുന്നുമുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കൂടെയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ പല ഇമോഷൻസും കാര്യങ്ങളുമൊക്കെ ബേസിലിങ്ങനെ കാണിക്കുന്നതും ചില മൂമെൻറ്റും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വേറെ ലെവലിൽ ബേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. അത് മാത്രമല്ല, കോവിഡ് കാലത്ത് ഒരു അതിജീവനം, ബിസിനസ് മേഖല, നമ്മളെ ഈ കോവിഡ് കാലം നോക്കുമ്പോൾ നമുക്ക് പല നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിടവാങ്ങലും കാര്യങ്ങളും, ജോലി, തൊഴിൽ, ഇവിടെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമ്മൾ ഇന്ന് ഓർക്കുന്നു. അത് മാത്രമല്ല, നിയമത്തിൻ്റെ അടുത്ത കുറച്ച് പ്രോട്ടോക്കോൾ കാര്യങ്ങൾ, നിയമം ലംഘിച്ചെന്നുള്ള കുറച്ച് ഫൈൻ കാര്യങ്ങൾ, നമ്മളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യണം വന്നിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും, നമ്മളെ ദിവസങ്ങളോളം നമ്മൾ വീട്ടിലിരുന്നിട്ടുണ്ട്, നമ്മൾ ക്വാറൻറ്റൈൻ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് ഈ ഒരു സംവിധായകൻ മുഹസിൻ ഈ ഒരു സിനിമ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മൊത്തവും കോവിഡിൻ്റെ കാലത്തുള്ള നമുക്ക് ഒരു ബിസിനസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളും അതിജീവനങ്ങളും പിന്നെ ശിക്ഷാവിധികളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് അടിച്ചമർത്തപ്പെടുന്ന രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കോവിഡ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി, പിന്നെ അന്നത്തെ തൊഴിൽ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കോവിഡ് കാലത്ത് ഒരു അതിജീവനം അതും കാണിക്കുന്നുണ്ട്. പിന്നെ രോഗബാധിതരായ ആളുകളുടെ കുറിച്ച് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിലും പെർഫെക്റ്റായിരുന്നു. ഫസ്റ്റ് ഹാഫ് മൊത്തവും ഇങ്ങനെയാണ് പോകുന്നത്. കാരണം കോവിഡ് കാലത്ത് നമുക്ക് എന്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്തിനറിയപ്പെടുന്നു, KP നൈസിലിൻ്റെ പെർഫെക്റ്റ് ഓക്കെ വരെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു ഘടകം തന്നെയാണ്. KP നൈസിൽ ഈ ഒരു സിനിമയിൽ ഒരു റോള് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള റോള് KP നൈസിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കോവിഡ് കാലത്ത് എല്ലാ കാര്യങ്ങളും കോർത്തിണയ്ക്കാണോ ഈ ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് തോന്നിയപ്പം ഈ ഒരു സിനിമ ഒരു തട്ടിക്കൂട്ട് സിനിമയാണോ, ഇത് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് സിനിമയാണെന്ന് തോന്നിയപ്പോൾ. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉടച്ച് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ ഒരു തിരക്കഥയുടെയും സ്ക്രിപ്റ്റിൻ്റെയും ഒരു കാര്യം നമ്മളവിടെ അറിയാൻ വേണ്ടി പോകും. കാരണം അവിടെ വെച്ചാണ് കഥയിലേക്കുള്ള ഒരു പോക്ക് പോകണം. ബേസിൽ അവതരിപ്പിക്കുന്ന ബച്ചു എന്ന് പറയുന്ന ബഷറുദ്ദീൻ്റെ ഒരു വാപ്പ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരാൻ വേണ്ടി പോകുന്ന ഇടയ്ക്ക് മരണപ്പെടുകയാണ്. കോവിഡ് കാലമാണ്. ആ ഒരു കാലം കൊണ്ട് ഈ ഒരു ഡെഡ് ബോഡി നാട്ടിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെ ദഹിപ്പിക്കണമെന്നും അവിടെ തന്നെ ഇത് അടക്കങ്ങളും കർമ്മങ്ങളും കാര്യങ്ങളും നടത്തണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ശ്രീജ രവി അവതരിപ്പിക്കുന്ന ഒരു ബച്ചുവിൻ്റെ ഈ ഉമ്മയ്ക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ ബോഡി കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരിടത്താണ് കഥയുടെ ഒരു തുടക്കം. ആ ബോഡി എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീജ രവിയുടെ ഒരു പെർഫോമൻസ്. കാരണം ഒരു പക്ക നാട്ടിൻപുറത്തായിരിക്കും ഉമ്മ എന്ന് പറഞ്ഞ റോള് വളരെ നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് പല ഇമോഷൻസും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് ശ്രീജ രവി ഇവിടെ സൂപ്പറായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊരു പെർഫെക്റ്റ് പോയിന്റ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസ് പെർഫെക്റ്റ് റോളം ചെയ്യുന്ന പുള്ളിക്കാരൻ ഇന്ദ്രൻസ് ചേട്ടൻ ഈ ഒരു സിനിമയിൽ പല സീക്വൻസ് ഉണ്ടായി. നമുക്ക് ഇയാൾ ഇത്ര ഒരു ആക്ടറായിരുന്നു, ഈ ഒരു ആക്ടറെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തോന്നിപ്പറ്റിക്കാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ ഇന്ദ്രൻസിൻ്റെ പല മൂവ്മെൻറ്റും പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഇന്ദ്രൻസ് ചേട്ടൻ അങ്ങ്
ജീവിച്ച് കാണിക്കണം ഈ ഒരു റോളായിട്ട്. ഈ ഒരു റോൾ തകർത്ത് ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത്രയ്ക്കുള്ള ഒരു പെർഫെക്റ്റേഷൻ. അതിനൊപ്പത്തിനൊപ്പമാണ് ഈ ഒരു ശ്രീജ രവി, ഇന്ദ്രൻസ്, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ ഒരു ആക്ടിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റും. അത്രയ്ക്കുണ്ട് കാര്യങ്ങളൊക്കെ. ഈ ഒരു സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സ്റ്റോറി ലൈനായ ഈ ഒരു എന്താണ് ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് മെയിനായിട്ടൊരു മെസ്സേജ് ഉണ്ട്. കാരണം ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ന് രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടുന്നൊക്കെ അപ്പോഴുള്ള ചിന്തഗതിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്നും നടക്കാൻ പോകാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയോടെ കടന്നു പോകണം ബേസിലിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ഒരു പെർഫോമൻസ്. അത് നമുക്ക് പലയിടങ്ങളിലൊക്കെ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിട്ടും കൊള്ളുന്ന പോലെയൊക്കെ തോന്നും. കാരണം അത്രയ്ക്കാണ് ആ ഒരു അവസ്ഥ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥ മറ്റുള്ളൂ. കാരണം ഒരു ലൈഫിൽ ഒരു രക്ഷപ്പെടാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളങ്ങനെ തേടി പോകുമ്പം കൺമുമ്പെത്തുമ്പോൾ നഷ്ടപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ കൂടെ ഒരുപാട് സന്ദർശനങ്ങളിലൂടെ ഈ ഒരു കഥയിലുള്ള ഒരു ബിച്ചു എന്ന് പറഞ്ഞ ഒരു ആൾ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം വളരെ പെർഫെക്റ്റായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു റിയൽ ലൈഫിൽ നടക്കാത്തതുമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു സീനെ പറ്റി ഒന്ന് പരാമർശിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ ഒരു സിനിമയിൽ ഷിബില ഫറ അവതരിപ്പിക്കുന്ന ഒരു റോള്, ബച്ചുവിൻ്റെ സിസ്റ്ററുള്ള ബുഷറ എന്ന് പറഞ്ഞ റോള്, ഈ ഒരു റോളും ബിനു പപ്പുവിൻ്റെ ഒരു അവരുടെ ഹസ്ബൻഡായ റോള്, പിന്നെ ഇവരുടെ ഫ്രണ്ടായ ബുഷറ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ഫ്രണ്ടായ നിർമ്മൽ പലയ അവതരിപ്പിക്കുന്ന ഒരു വിജിലേഷ് എന്ന് പറഞ്ഞ റോള്, ഈ ഒരു റോള് മുഖാന്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ്. ഈ ഒരു ബുഷറയുടെ ഒരു +2 ലൈഫ് ഫ്രണ്ടാണ് വിജിലേഷ്. നിർമ്മൽ പലയാണ് ഈ റോള് ചെയ്യുന്നത്. നിർമ്മൽ പലഴിനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ സഹായിക്കേണ്ടി വരുന്നതും അത് മുഖാന്തരം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞവനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതേ കണക്കത്തെ മാറ്റർ നമുക്ക് റിയൽ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണിലേക്ക് ഒരുപാട് കാര്യം അറിഞ്ഞിട്ടുണ്ട്. കാരണം അതൊക്കെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ കുറേ കണക്കുണ്ട്. കാരണം +2 ഫ്രണ്ടിനെ സഹായിക്കുന്ന മറ്റൊരു ഫ്രണ്ട് അത് ഹസ്ബൻഡ് ഇഷ്ടപ്പെടാതെ വരിക എന്നുള്ള കാരണമൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനുമായിട്ട് ഒരു കണക്റ്റാണ് ഈ വരുന്നത്. അത് വെച്ചാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. സോ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ക നമ്മുടെ ഈ ഒരു നാച്ചുറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഈ സിനിമ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കാരണം ഇതിൻ്റെ ലൊക്കേഷൻ. ഈ സിനിമ എടുക്കാൻ വേണ്ടി ഇവർ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്, ചാമുണ്ടി വളപ്പ്, പയ്യനക്കൽ, ബട്ട് റോഡ്, കൈതവളപ്പ്, ഈ ഒരു ഗ്രാമത്തിലൂടെ ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ഈ ഗ്രാമത്തിലുള്ള ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രിപ്റ്റിന് പറ്റിയ ലൊക്കേഷനായിരുന്നു ഈ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളിതിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കോവിഡ് കാലത്ത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒരുപാട് കേരളത്തിലെ കുറച്ച് ആൾക്കാരുടെ അച്ഛൻ, അമ്മ, ഇപ്പം മുസ്ലിം ഇതായിട്ട് പറയുകയാണെങ്കിൽ വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, അവരെയൊക്കെ നമുക്ക് കോവിഡ് കാലത്ത് ഒരു വിദേശത്തു നിന്ന് മരിച്ച ആൾക്കാരൊക്കെ നാട്ടിലെത്തിക്കാൻ പറ്റാതാവുകയും അത് മുഖാന്തരം നമുക്ക് അവരുടെ ഡെഡ് ബോഡി അവിടെ തന്നെ അടക്കേണ്ടി വരികയും ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ബച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബം അവർ അനുഭവിക്കുന്നത്. കാരണം വേറൊന്നുമില്ല, ഈ ഒരു ബച്ചുവിൻ്റെ വാപ്പ നാട്ടിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിരിക്കെ തന്നെയാണ് ഒരു അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നതും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു കാര്യം വെച്ച് ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വരാതിരിക്കുകയും പിന്നെ അത് മുഖാന്തരം കോവിഡ് അല്ലെന്നൊക്കെ വെച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെൻറ്റ് സോണാവുകയും അങ്ങോട്ട് ഒരു ഈച്ചേനെ പോലും കടത്തിവിടാതെ രീതിക്കുള്ള ഒരു ട്രാഫിക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഒരു ഇതായിട്ട് മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ സെക്യൂരിറ്റി പരമുള്ള കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് പോലും ഈ ഒരു ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നിസ്സഹനായി കണ്ട ബച്ചു കൂടെ അതിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ച് തൻ്റെ ഉമ്മാനൊന്ന് കാണിക്കണം അവസാനമായിട്ട് എന്നീ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ബച്ചുവിൻ്റെ കഥയാണ് സെക്കൻഡ് ഹാഫ് മൊത്തം പറയുന്നത്. നമുക്ക് പല ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. മുതൽക്കൂട്ട് ഇന്ദ്രൻസ് ചേട്ടൻ, ശ്രീജ രവി, ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം പോകണം. ബിനു പപ്പുവിൻ്റെ റോള് നമുക്കിൻ്റെ അടുത്ത് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പെർഫോമൻസ് ബേസിലൊക്കെ തകർക്കുന്നുണ്ട്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. പിന്നെ ഇതൊക്കെ നമ്മളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ആയിരുന്ന ആൾക്കാരുടെയൊക്കെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ നാട്ടിൽ എത്താതിരിക്കുകയും അത് മുഖാന്തരം നമുക്ക് അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. സോ അവരുടെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ ഒരു സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മാത്രമുള്ളൂ പറയാൻ വേണ്ടി ഈ ഒരു സിനിമയെ പറ്റി. അതായത് കോവിഡ് കാലത്ത് ഒരു അതിജീവനം, ബിസിനസ് പരമായ യുവാക്കളുടെ ഒരു തൊഴിൽ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല, പിന്നെ
നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു എന്താണ് ഇപ്പം അവരുടെ ഒരു വിടവാങ്ങലും കാര്യങ്ങളും അവരുടെ ബോർഡ് നാട്ടിൽ എത്തിക്കാതിരിക്കുകയും അതുമുഖാന്തരം നമുക്ക് ഉണ്ടായ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബേസിക്കായിട്ട് ഈ പടത്തിനകത്ത്. അപ്പോൾ ഇതാണ് കഠിന കടോരമി അണ്ടകടാകം. ഞാൻ ഈ ഒരു ടൈറ്റിൽ ആദ്യം കേട്ട സമയം ഞാൻ കരുതി ഇതൊരു എന്താണ് ഒരു കോമഡി സിനിമ ആയിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു അതിജീവന കഥയാണിത്. അത്രയ്ക്ക് ഒരു വമ്പൻ വിജയം നേടിപ്പോയില്ലെങ്കിലും OTTയിൽ കണ്ടവർക്കൊക്കെ ഈ ഒരു സിനിമ അത്രയും ക്രേസും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് കഠിന കടോരമി അണ്ടകടാകം എന്ന സിനിമയെ പറ്റി എനിക്ക് പറയാൻ വേണ്ടി ഉള്ളത്. ഈ ഒരു സിനിമ നമുക്ക് തീർത്തങ്ങ് പറഞ്ഞ ഒരു ഇമോഷനാണ് ഈ ഒരു പടം. നമ്മൾ അനുഭവിച്ച ഒരു സംഭവം, നമ്മൾ കോവിഡ് കാരണം നമ്മൾ എന്തൊക്കെയാണോ നേരിട്ട് അതിനെല്ലാത്തിനെയും ബിഗ് സ്ക്രീനിൽ കൊണ്ട് നമ്മളെ സംവിധായകൻ മുഹ്സിൻ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതാണ് കഠിന കടോരമി അണ്ടകടാകത്തിനെ പറ്റി പറയാൻ വേണ്ടിയുള്ളത്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിലേക്ക് ലിങ്ക് അവൈലബിൾ ആണ്, പോയി കാണുക, വൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി പറ്റൂ. കഠിന കടോരമി അണ്ടകടാകം ഈ ഒരു സിനിമ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു ലൈഫിലേക്ക് കണക്ട് ചെയ്ത് വന്നേക്കാം. അങ്ങനെ നമ്മൾ കോവിഡ് കാലത്ത് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്കിവിടെ എഫക്റ്റ് ചെയ്തിരിക്കത്തില്ല. സോ ഇത്രയേ ഉള്ളൂ, കഠിന കടോരമി അണ്ടകടാകം. ഇതാണ് ആ റിവ്യൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾ വന്നവരേക്കും ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.